കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു നിർമ്മല സീതാരാമൻ, അതായത് ധനമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും, അതായത് കൃത്യമായി പറഞ്ഞാൽ GST കൗൺസിലിലെ മെമ്പേഴ്സുമായിട്ട് ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതും വരാനിരിക്കുന്ന 2024-25 ബജറ്റിലേക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതും. ആ സമയത്ത് കേരളത്തിൽ നിന്ന് നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ പ്രത്യേകമായി ആവശ്യപ്പെട്ടത് 24,000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് ബജറ്റിൽ ഊന്നി കേരളത്തിന് നൽകണം എന്നതായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളം കടുത്ത ധനപ്രതിസന്ധിയിലാണ്. ധനപ്രതിസന്ധി ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതല്ലാതെ കുറയുന്നില്ല. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു. അതുപോലെ തന്നെ റിട്ടയർ ചെയ്തവർക്ക് കൊടുക്കേണ്ട തുക കിടക്കുന്നു. ശമ്പള കുടിശ്ശിക, ശമ്പള കമ്മീഷൻ നടപ്പാക്കിയതിൻ്റെ കുടിശ്ശിക മുതൽ പെൻഷൻ കുടിശ്ശിക വരെ പലതും ഇനിയും കൊടുത്തു തീർക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ധനപ്രതിസന്ധിയിൽ പെട്ട് ഉഴലുന്ന ഒരു സമയമാണ്. അതിൻ്റെ കൂടെയാണ് കഴിഞ്ഞ ധനവർഷം കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര ധനമന്ത്രാലയം ഏർപ്പെടുത്തിയ പലതരം ഉപയോഗിച്ച പലതരം കടിഞ്ഞാണുകൾ കടമെടുപ്പിനെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. അതൊന്നും സംസ്ഥാനത്തെ ഉപദ്രവിക്കാനല്ല, സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് വീഴാതെ പിടിച്ചു നിർത്താനാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെയല്ല കണ്ടത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത, ധനദുർവ്യയം, ധനസമാഹരണത്തിലെ പാളിച്ചകൾ, ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു കവചമായി ഉപയോഗിച്ചത് ധനകാര്യ കമ്മീഷൻ, 15ാം ധനകാര്യ കമ്മീഷന്റെ സംസ്ഥാനത്തിന് നൽകിയ വിഹിതത്തിലെ കുറവ്, അതെന്തോ മനഃപൂർവ്വമായി വെട്ടിക്കുറച്ചതാണ് എന്ന തോതിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നൊരു കാരണം കൊണ്ട് തന്നെ കോടതിയിൽ പോയത് നമുക്കറിയാം. സുപ്രീം കോടതിയിൽ പോയി. അവിടെ പോയിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. കുറച്ചു കൂടുതൽ കടമെടുക്കാൻ സമ്മതിച്ചു എന്നതിൽ കവിഞ്ഞ് പരിഹാരമൊന്നും ഉണ്ടായില്ല. അപ്പം അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതായത് ഈ വർഷത്തെ ആദ്യത്തെ GST കൗൺസിൽ തുടങ്ങിയതിന് ശേഷമുള്ള 53ാമത്തെ GST കൗൺസിൽ അതായിരുന്നു ശനിയാഴ്ച നടന്നത്. ആ GST കൗൺസിലിൽ 24,000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് കേരള സംസ്ഥാനത്തിന് വേണം എന്നത് ഊന്നി പറഞ്ഞ് ശ്രീ ബാലഗോപാൽ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു ധനമന്ത്രിയുടെ. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ 24,000 കോടി അനുവദിക്കുമോ അനുവദിക്കാതിരിക്കുമോ എന്തെങ്കിലും ആകട്ടെ, പക്ഷെ വളരെ പ്രസക്തമായ മറ്റൊരു വിഷയം അദ്ദേഹം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അത് തീർച്ചയായും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതാണ്, അനുമോദനാർഹവുമാണ്. എന്താണത്? അതായത് ഇപ്പോൾ ചരക്ക് സേവന നികുതി 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി തുടക്കമിട്ടു ഇന്ത്യയിൽ. അന്ന് അതിനു മുൻപേ എടുത്ത തീരുമാനമാണ് 50% കേന്ദ്രത്തിനും 50% സംസ്ഥാനത്തിനും എന്ന രീതിയിൽ ചരക്ക് സേവന നികുതിയിൽ നിന്നുള്ള വരുമാനം വീതിക്കുക എന്നുള്ളത്. അത് 50-50 എന്ന രീതിയിലുള്ള വീതം പോരാ, 40-60 എന്ന രീതിയിലേക്ക് ആ വീതം വെപ്പ് മാറണം എന്നാണ് മിസ്റ്റർ ബാലഗോപാൽ 53ാമത്തെ GST കൗൺസിലിൽ ആവശ്യപ്പെട്ടത്. അതായത് കേന്ദ്രത്തിന്റെ ഷെയർ 50%-ൽ നിന്ന് 40%-ആക്കി കുറയ്ക്കുകയും സംസ്ഥാനങ്ങളുടെ ഷെയർ 60%-ആക്കി വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിൽ ന്യായമുണ്ട്. കാരണം സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് 50%-ആക്കി കുറച്ചുകൊണ്ട് 50% കേന്ദ്രം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അനീതിയുണ്ട്. പക്ഷെ അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കേന്ദ്രത്തിന് 2 പ്രധാന വകുപ്പുകളുണ്ട് അഡീഷണൽ ആയിട്ട്. ഏതൊക്കെയാണ്? ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്. അങ്ങനെയുള്ള 2 വകുപ്പുകൾ സംസ്ഥാനങ്ങൾക്കില്ല.
അതുകൊണ്ട് കേന്ദ്രം കൂടുതൽ വരുമാനം കയ്യിൽ വെക്കുന്നത് തെറ്റല്ല. പക്ഷേ അതിന് എല്ലാ പ്രത്യക്ഷ നികുതികളും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, പിന്നെ എന്തൊക്കെയാണ്, അത് കൂടാതെ സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളാണ്. അതെല്ലാം ത്വരുക്കൂട്ടുന്നത്, സമാഹരിക്കുന്നത് കേന്ദ്രമാണ്. അതിൽ നിന്ന് സെൻട്രൽ പൂളിൽ ഇട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം, ആ വിഹിതമാണെങ്കിലും കുറവ് തന്നെയാണ്. അത് ഫിനാൻസ് കമ്മീഷനാണ് ആ വിഹിതം നിശ്ചയിക്കുന്നത്. ആ വിഹിതവും സാധാരണ രീതിയിൽ കേന്ദ്രത്തോട് കൂടുതൽ അനുഭാവം കാണിക്കുകയും അല്ലെങ്കിൽ കേന്ദ്രത്തിന് കൂടുതൽ കൊടുക്കുകയും സംസ്ഥാനങ്ങൾക്ക് കുറച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ, അതായത് ഫെഡറലിസം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ ഏറ്റവും മോശം എമൗണ്ട് അല്ലെ ഏറ്റവും കുറവ് എമൗണ്ട് സംസ്ഥാനങ്ങൾക്ക് നീക്കി വയ്ക്കുന്ന സംസ്ഥാനം ചൈനയാണ്. അത് കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരുന്നത് ഇന്ത്യയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യയിലാണ് മിസ്റ്റർ ബാലഗോപാൽ ഇങ്ങനെ ഇത് 50-50 എന്ന രീതിയിൽ വീതം വെക്കാതെ 40-60 എന്ന രീതിയിൽ വീതം വെക്കണം എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ന്യായയുക്തമായ ഒരാവശ്യം തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഈ GST കൗൺസിൽ മീറ്റിംഗ് വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ധർമ്മം കൂടി ചെയ്തിരിക്കുന്നു. അതായത് മിസ്റ്റർ ബാലഗോപാൽ, നമ്മൾ ബജറ്റ് ഡോക്യുമെന്റ്, ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറയുന്ന, ബജറ്റ് ഇൻ ബ്രീഫ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ് നമ്മുടെ ബജറ്റിനെ പറ്റിയുള്ള ആധികാരികമായ ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റിൽ വരുമാനം, അതായത് റവന്യൂസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നോക്കിയാൽ IGST എന്ന ഒരു റോ പൂർണ്ണമായിട്ടും ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന കാണാം. അവിടെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ GST തുടങ്ങിയ വർഷം മുതൽ ഇതുവരെയുള്ള വർഷങ്ങളിലെ ആ ഒറ്റ റോ ബ്ലാങ്ക് ആയി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയാണ് സംസ്ഥാനത്തിന് കിട്ടേണ്ട IGST എന്ന റോയാണ്. IGST എത്രയാണ് എന്ന് അറിയത്തില്ല. അത് കൃത്യമായി സമാഹരിക്കാൻ കഴിയുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇടയ്ക്ക് കഴിഞ്ഞ ധനവർഷത്തിന്റെ ആദ്യം ഒരു ഹിയർസേ പോലെ, അത് ആക്ച്വലി ഹിയർസേ ആയിരുന്നില്ല, പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി, ഈ ഗവൺമെന്റിന്റെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ കണ്ടെത്തലായിരുന്നു 25,000 കോടി IGST സംസ്ഥാന ഗവൺമെന്റിന് ലഭിക്കാനുണ്ട് എന്ന്. ഇപ്പോഴും അതെവിടെ പോയി എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ അതിന്റെ പുറകെയുള്ള അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഫലമാണ് GST കൗൺസിലിൽ മിസ്റ്റർ ബാലഗോപാൽ അവതരിപ്പിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ആവശ്യം. അതായത് IGST എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇന്റർ സ്റ്റേറ്റ് GST ആണ് ഈ IGST എന്ന് പറയുന്നത്. ആ ഇന്റർ സ്റ്റേറ്റ് GST എന്ന് പറഞ്ഞാൽ സംസ്ഥാനാന്തര വ്യാപാരം നടക്കുമ്പോൾ GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ട എമൗണ്ട് ആണ് IGST. ടാക്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട, ടാക്സ് ആയിട്ട് മാത്രമല്ല, ടോട്ടൽ വാല്യൂ, സംസ്ഥാനാന്തര ക്രയവിക്രയത്തിൽ ഉൾപ്പെടുന്ന വാല്യൂ മുഴുവനും തന്നെ GST പോർട്ടലിൽ വരും. അതിനുശേഷമാണ് അതിന്റെ എത്ര ശതമാനം നികുതി, ഓരോ ഉൽപ്പന്നത്തിന്റെയും നികുതി വ്യത്യസ്തമായിരിക്കും, ആ നികുതിയും GST ടാക്സ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഫെയിലിയർ ആകുന്നു മനഃപൂർവമായിട്ട് എന്നാണ് മിസ്റ്റർ ബാലഗോപാൽ ആ GST കൗൺസിലിൽ പറഞ്ഞത്. അപ്പൊ എന്നാണ്, ഇപ്പൊ നമുക്കറിയാം ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇവരൊക്കെ വലിയ തോതില് സെലിബ്രിറ്റീസിനെ വെച്ച് അഡ്വർടൈസ്മെന്റ് നടത്തി കോടിക്കണക്കിന് രൂപയാണ് അഡ്വർടൈസ്മെന്റ് നടത്തുന്നത്. അങ്ങനെ ഈ അഡ്വർടൈസ്മെന്റിന്റെ ഒക്കെ ഇഫക്റ്റ് എന്താണ്? ധാരാളം ഉപഭോക്താക്കളെ ചെന്ന് വീഴുക, ഈയാൻ പാറ്റ വെളിച്ചത്തിൽ ചെന്ന് വീഴുന്നത് പോലെയാണ് ഉപഭോക്താക്കൾ ഈ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കണ്ട് ഫ്ലിപ്കാർട്ടിന്റെയും ആമസോണിന്റെയും ഒക്കെ സെയിൽസ് മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നത്. അങ്ങനെ വലിയ തോതിൽ വിപണനം നടക്കുന്നു കേരളത്തിൽ. അപ്പൊ GSTയുടെ ഒരു പ്രത്യേകത എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അറിയാമോ? ഡെസ്റ്റിനേഷൻ ടാക്സ് ആണ്. അതായത് അവസാനം വാങ്ങുന്ന കൺസ്യൂമർ, ഉപഭോക്താവിൽ നിന്നാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഈടാക്കുന്നത്.
അങ്ങനെ ഈടാക്കുന്ന ടാക്സ് പിന്നെ പിന്നോട്ട് അതായത് പ്രൊഡ്യൂസർ തൊട്ടുള്ള എല്ലാവരിലേക്കും GST ടാക്സ് പോർട്ടൽ വഴി ഷെയർ ചെയ്തു പോവുകയാണ്. അപ്പം കൃത്യമായിട്ട് വാങ്ങുന്നത് ആരാണ്, ഏത് സംസ്ഥാനത്തെ ഉപഭോക്താവാണ് എന്ന് രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ആ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് നികുതി വരൂ. പക്ഷേ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മൈജി ആരും ആയിക്കൊള്ളട്ടെ, ഇവർ വിൽക്കുന്ന ഉൽപ്പന്നം, അതായത് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. പക്ഷെ ഇവിടെ വിറ്റഴിക്കുന്ന സാധനത്തിന്റെ 80% സാധന സേവനങ്ങളുടെ 80% അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അപ്പൊ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നു എങ്കിലും ഡെസ്റ്റിനേഷൻ ടാക്സ് ആണ് എന്നതിനാൽ കേരളത്തിൽ വിൽക്കപ്പെടുന്നതിന്റെ ടാക്സ് കേരള ഖജനാവിൽ എത്തേണ്ടതാണ്. എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുമ്പോൾ കേരളത്തിലെ ആണ് വിറ്റഴിക്കപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്തുന്നതിന് ആമസോണിന്റെയോ ഫ്ലിപ്കാർട്ടിന്റെയോ ഒക്കെ ഏജൻസി ഫെയിലാകുന്നു. മനഃപൂർവ്വമായിരിക്കാം നികുതി വെട്ടിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ നികുതി വെട്ടിക്കുന്നത് മൂലമാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ബജറ്റ് ഡോക്യുമെന്റ് എടുത്താൽ അതിനകത്ത് IGSTയുടെ ആ റോ മുഴുവൻ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണെന്ന്. അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കാനുള്ള കാരണം കൃത്യമായി അതത് മാസം കേരളത്തിന്റെ പേരിൽ രേഖപ്പെടുത്തേണ്ട IGST രേഖപ്പെടുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് GST പോർട്ടലിൽ നിന്ന് ആ IGST നമ്മളുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ GST പോർട്ടലിലേക്ക് എത്തിച്ചേരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ IGST നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മിസ്റ്റർ ബാലഗോപാൽ GST കൗൺസിലിൽ അവതരിപ്പിച്ചു. ഇത് അവതരിപ്പിച്ചത് കേരളത്തിന് മാത്രമല്ല, അന്തർ സംസ്ഥാന ചരക്ക് സേവന വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണല്ലോ എല്ലാ സംസ്ഥാനങ്ങളും. കേരളം കൂടുതൽ ഉപഭോക്തൃ സംസ്ഥാനമായത് കാരണം കൂടുതൽ ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ ആ സ്ഥിതിക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണ്, പ്രയോജനപ്രദമാണ്. അത് മാത്രവുമല്ല, നമ്മുടെ GST റവന്യൂസിൽ തന്നെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കും. അതായത് IGST വെട്ടിക്കൽ അതിന് തടയിടാൻ കഴിയുന്ന ഒരു മെഷറാണ്. അപ്പൊ ഈ പറയപ്പെട്ട നടപടികൾ രണ്ടും തീർച്ചയായിട്ടും മിസ്റ്റർ ബാലഗോപാലിന്റെ സൈഡിൽ നിന്നുണ്ടായ അനുമോദനം അർഹിക്കുന്ന രണ്ട് നടപടികളായിട്ട് തന്നെ നാം കണക്കാക്കണം.